കാലത്തിന്റെ പ്രയാണത്തിൽ നാടിനൊപ്പം സഞ്ചരിച്ച് സഹകരണത്തിന്റെ പോരാട്ട വീര്യത്തിലൂടെ വികസനത്തിന് പുതിയ ദിശ നൽകുകയാണ് തിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ പുരോഗതി ലക്ഷ്യമാക്കി കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കർമ്മനിരതമായി നാടിന് വിശ്വാസ്യതയുടെയും സേവനത്തിന്റെയും മുദ്രയാവുമ്പോൾ ഒരു ജനകീയ പ്രസ്ഥാനമാവുകയാണ് ബാങ്ക്. ഇന്നും ജനങ്ങൾക്കൊപ്പം എന്ന നയത്തോടെ കൃത്യതയാർന്ന സുതാര്യമായ ബാങ്കിംഗ് പ്രവർത്തനങ്ങളും വൈവിധ്യവൽക്കരണവും ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് പദവി നേടിക്കൊടുത്ത ബാങ്ക് സംഘശക്തിയിൽ പടുത്തുയർത്തിയ വിജയത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ അർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഊർജമുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടെ 30,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ പണിത പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത 3 നില കെട്ടിടത്തിലെ ഹെഡ് ഓഫീസിൽ ഹൈടെക് ബാങ്കിന്റെ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. NEFT, RTGS, IMPS, കോർ ബാങ്കിംഗ് തുടങ്ങിയ സേവനങ്ങൾക്കൊപ്പം മൊബൈൽ ബാങ്കിംഗ്, മൊബൈൽ റീചാർജിംഗ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ്, DTH റീചാർജ് തുടങ്ങിയ സൗകര്യങ്ങളും ബാങ്ക് നൽകി വരുന്നു. ചിട്ടയായ പ്രവർത്തനങ്ങളും ക്ഷേമ നടപടികളും ബാങ്കിനെ നാടിന്റെ പ്രതീക്ഷാ കേന്ദ്രമാക്കുമ്പോൾ ജനങ്ങളുടെ ഉന്നമനവും സാമ്പത്തിക സ്വാശ്രയത്വവും ഉറപ്പാക്കി നാടിന്റെ വികസന ഗ്രാഫ് മാറ്റിയെഴുതുകയാണ് തിരൂർ സർവീസ് സഹകരണ ബാങ്ക്. 1957 രജിസ്റ്റർ ചെയ്ത കോലടി പഞ്ചായത്ത് വിവിധോദ്ദേശ സഹകരണ സംഘമാണ് തിരൂർ സർവീസ് സഹകരണ ബാങ്കായി മാറിയത്. നിക്ഷേപ സമാഹരണത്തിനൊപ്പം വളം ഡിപ്പോ, കൺസ്യൂമർ സ്റ്റോർ, ടെക്സ്റ്റൈൽ ഷോപ്പ് എന്നിവയോടെ ബാങ്കിംഗ് ഇതര മേഖലകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ച സംഘത്തിന് പിന്നീട് ഉയർച്ചയുടെ നാളുകളായിരുന്നു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ നാടിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കിയതോടൊപ്പം ഉയർച്ചയിലേക്കുള്ള പടവുകളായി. തൃശൂർ താലൂക്കിൽ ആദ്യമായി കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയ ബാങ്ക് അധികം താമസിയാതെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ എ ഗ്രേഡും നേടി. ഇടപാടുകാരുടെ സൗകര്യാർത്ഥവും ബാങ്ക് വിപുലീകരണത്തിനും 79 ആദ്യമായി ആരംഭിച്ച കൊട്ടേക്കാട് ബ്രാഞ്ച്, മുളകുന്നത്തുകാവ് ബ്രാഞ്ച്, പൂമല ബ്രാഞ്ച്, കോട്ടൂർ, ഗ്രാമല എന്നിവിടങ്ങളിലെ എക്സ്റ്റൻഷൻ കൗണ്ടറുകൾ എന്നിവയെല്ലാം മുന്നേറ്റത്തിലേക്കുള്ള വാതിലുകളായി. 2018 ഫെബ്രുവരി 9 പുതിയ ഹെഡ് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറിയത് ന്യൂജൻ ബാങ്കിങ്ങിലേക്കുള്ള ചുവടുവെപ്പോടെയായിരുന്നു. സാമ്പ്രദായികമായി തുടരുന്ന നിക്ഷേപങ്ങൾക്കും വായ്പാ പദ്ധതികൾക്കും പുറമെ സർക്കാർ വായ്പാ പദ്ധതികളായ IAY, EMS ഭവന പദ്ധതി എന്നിവയും IRDP, SGSY, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് പദ്ധതികൾക്കുള്ള വായ്പയും നൽകി വരുന്നു. കൊള്ളപ്പലിശക്കാരിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും മുറ്റത്തെ മുല്ല പദ്ധതിയിൽ 1.5 കോടി രൂപ വായ്പ നൽകുന്നുണ്ട്. KSRTC പെൻഷൻ കൺസോർഷ്യം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൺസോർഷ്യം എന്നിവയ്ക്ക് വായ്പ നൽകിയിട്ടുള്ള ബാങ്ക് KSRTC പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നുമുണ്ട്. നാടിന്റെ പാരമ്പര്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം കാർഷികേതര മേഖലകളിൽ ശാസ്ത്രീയവും ഉൽപാദനക്ഷമവുമായ നിരവധി വൈവിധ്യവൽക്കരണ പദ്ധതികളാണ് ബാങ്ക് നടപ്പിലാക്കിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങളും മറ്റും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ലൈവ് സൂപ്പർ മാർക്കറ്റ് തിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിജയത്തിന്റെ മുഖമാണ്. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഹെഡ് ഓഫീസിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലൈവ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, മറ്റ് സഹകരണ ബാങ്കുകളുടെ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. കൊട്ടേക്കാട് ബ്രാഞ്ച് കെട്ടിടത്തിലുള്ള കൺസ്യൂമർ സ്റ്റോർ വഴിയും കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നു. നിർധന രോഗികൾക്ക് തണലൊരുക്കി നീതി മെഡിക്കൽസ് ഹെഡ് ഓഫീസ് കെട്ടിടത്തിലും തൃശൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, മുളകുന്നത്തുകാവ് എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. ആംബുലൻസും സേവനപാതയിൽ സജീവമാണ്. 100 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ലൈബ്രറി എന്നിവയും ഹെഡ് ഓഫീസിലെ അലങ്കാരങ്ങളാണ്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് തുടക്കം മുതൽ പ്രഥമ പരിഗണന നൽകിയിരുന്ന ബാങ്ക് ഗോഡൌണിലെ വലിയ വളം ഡിപ്പോയ്ക്ക് പുറമെ നാട്ടിലുടനീളം മുറികൾ വാടകയ്ക്കെടുത്ത് കർഷകർക്ക് വളം ലഭ്യമാക്കിയിരുന്നു. ജൈവകൃഷിയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിനു വേണ്ടി 40 സെന്റ് സ്ഥലത്ത് പൂർണ്ണമായും ജൈവരീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.2 ഏക്കറിൽ സമ്മിശ്ര കൃഷിയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സ്വാശ്രയത്വത്തിലൂടെ വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹ്യ ഭദ്രതയും ഉറപ്പുവരുത്തി ഉയരങ്ങളിലേക്കുള്ള പടവുകൾ കയറാൻ വഴിയൊരുക്കുകയാണ് ബാങ്ക്.